നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൈൻക്രാഫ്റ്റ് ലെസ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. നമ്മളിത് ബിൽഡ് ഓൺ ലെസ് പ്ലേ കേട്ടോ ഗൈസ്. അപ്പോൾ ലെസ് പ്ലേ അല്ല ലെസ് പ്ലേ. പിന്നെ നമ്മുടെ പുതിയ സ്കിൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടില്ലാത്തവരുണ്ടാവും ചിലരൊക്കെ. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിന് കിടക്കാം. നമുക്ക് കുറച്ച് കയറണമുണ്ട് ഗൈസ്. ഓക്കെ, ഗൈസ്, നമ്മളങ്ങനെ വീടിനകത്ത് കയറിയുണ്ട്. ഇത് നമ്മുടെ വീടല്ല, ഒരു വില്ലേജാണ് വീട്. നമ്മൾ കുറച്ചൊക്കെ തട്ടിക്കൂട്ടി സെറ്റപ്പൊക്കെ ചെയ്ത് എടുത്താണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ആർമർ നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിന്നത് ഒരു വലിയൊരു കേവിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ മോന്തയ്ക്ക് അടിച്ചിറങ്ങി മോന്തയ്ക്ക് അടിച്ച് പറത്തി വിട്ടാണ് പാണ്ടാറും. അപ്പോൾ ഗൈസ്, നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ നിന്നപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ വില്ലേജ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലേജ് അപ്പം എടുക്കുന്നത്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടി ഞാൻ പോയ സമയത്ത് അതിൻ്റെ അകത്ത് ഞാൻ ബെഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേവിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ കേവിൻ്റെ അകത്തുള്ള ബെഡൊക്കെ പൊട്ടിച്ച് ഞാൻ നേരെ മേളിലേക്ക് കയറി വന്ന വഴിക്ക് ഞാനൊരു സോംബി സ്പോണർ കണ്ടു ഗൈസ്. അപ്പോൾ അതിനകത്ത് ലൂട്ടുണ്ടെന്ന് ഓർത്ത് ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നപ്പോൾ വട്ടം ഒരു ബ്ലോക്ക് ലാവ ഇങ്ങനെ താഴ്ത്തിക്ക് ഒഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചാടി കിടക്കാൻ നേരത്ത് ലാഗ് വന്ന് എൻ്റെ സ്പ്രിൻറ്റ് ഞാൻ വർക്കായില്ല. സ്പ്രിൻറ്റ് വർക്കാത്തതാണ് നേരെ ചാടി ലാവയിലേക്കും തീയും പിടിച്ചു. അതേ സമയത്ത് തന്നെ അകത്തുനിന്ന് സോംബി ഇങ്ങോട്ട് വന്നു. റീസ്പോൺ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇൻവെൻട്രിയിൽ നിന്ന് എൻ്റെ ബെഡ് എടുക്കുന്ന സമയത്ത് സോംബി എന്നെ തട്ടി ഗൈസ്. അങ്ങനെ ഞാൻ പടമായെങ്കിലും അയ്യോ എൻ്റെ തൊണ്ടയ്ക്കൊക്കെ വയ്യാണ്ടാണ് ഗൈസ്. അയ്യോ അങ്ങനെ ഞാൻ പടമായെങ്കിലും ഞാനിപ്പോൾ പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അത് നല്ല ലൂട്ടൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ എൻ്റെ തൊണ്ടയ്ക്കും പറ്റി. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് കിടക്കാം. നമ്മൾ ഒരു വില്ലേജ് ഇവിടെ കണ്ടുപിടിച്ചാണ് ഗൈസ്. പക്ഷേ അതിലും വലിയൊരു ട്വിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വില്ലേജ് കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെയല്ല ഗൈസ്. ഇത് കണ്ടുപിടിച്ചെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കണ്ടുപിടിച്ച് ശബ്ദം മാറും ഗൈസ്. നമ്മൾ ഇവിടെ ഒരു ഇതുണ്ടോ, ഇവിടെ എങ്ങനെ പോയുണ്ട് ഗൈസ്. നമ്മൾ നേരെ ചെല്ലുക വേറൊരു വില്ലേജിലേക്കാണ്. അതായത് നമ്മൾ ആദ്യം ടെൻ്റ് അടിച്ച ആ വില്ലേജിലാണ് ഗൈസ്. കാണിച്ചു തരാം ഗൈസ്. പിന്നെ എൻ്റെ ശബ്ദം ഇങ്ങനെ മാറി കളിക്കുകയൊക്കെ ചെയ്യും, കാരണം തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ അതറിയാത്ത കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവരോടൊപ്പം ഇതങ്ങനെയാണ്, ഇതെന്ത് കാട്ടുന്നതൊക്കെ നോക്കും. അപ്പോൾ അതാണ് ഗൈസ്, തൊണ്ടയുടെ പ്രശ്നം തന്നെ മാറാത്തെന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ താമസിച്ചിരുന്ന വീട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ വീടൊന്നുമല്ല, ആ വീടാണ്. ഓക്കെ ഗൈസ്, കിട്ടി. ഞാൻ താമസിച്ചിരുന്ന വീട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ വീട്ടിലാണ് ഗൈസ് താമസിച്ചിരുന്നത്. ഈ വീട് യോ ബ്രോ, ഈ വീട്ടിലായിരുന്നു എൻ്റെ എല്ലാ സാധനവും ഇടുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട് വയ്ക്കാൻ വേണ്ടി ഒരു നല്ല പ്ലേസ് നോക്കി വന്നാണ് ഗൈസ് അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെയാണ് ഞാൻ വേറൊരു വില്ലേജ് കണ്ടുപിടിച്ചത് ഗൈസ്. ആ തൊട്ടടുത്ത് തന്നെ, ഭയങ്കര അടുത്താണ് ഗൈസ്. ഒരു 60 അല്ലെങ്കിൽ 100 ബ്ലോക്ക് അപ്പുറമുള്ളൂ. അയ്യോ, പിന്നെ നിങ്ങൾ ഓർക്കുണ്ടാവും ഞാനപ്പോൾ അവിടെ ചത്തുപോയപ്പോൾ എൻ്റെ സ്പ്രൂസിൻ്റെ സാപ്ലിങ് എല്ലാം പോയില്ല. അതേ ഗൈസ്, പോയിരുന്നു. പക്ഷേ ഞാൻ രണ്ടാമത് അവിടെ വരെ പോയി ഗൈസ്. കോർഡിനേറ്റ്സ് ഞാനന്ന് റെക്കോർഡ് ചെയ്തില്ലേ, റെക്കോർഡിങ് എൻ്റെ കൈ കിടപ്പുണ്ടാവും. അപ്പം ഞാനത് നോക്കിയിട്ട് ആ കോർഡിനേറ്റ്സിലേക്ക് പോയി. എൻ്റെ ലൂട്ടൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് എൻ്റെ സാപ്ലിങ് എല്ലാം തിരിച്ച് കിട്ടിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ സെറ്റാക്കി ഗൈസ്. ഞാൻ കൂടുതൽ ശ്വാസം പുറത്തേക്ക് വിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മര്യാദയ്ക്ക് ശബ്ദം കിട്ടുന്നുണ്ട്. ശ്വാസം പിടിച്ച് നിർത്തി സംസാരിക്കുമ്പോഴാണ് ഗൈസ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ കിടക്കാം. നമുക്കിന്ന് ചെയ്യാനുള്ള നമുക്ക് കുറച്ച് സ്പ്രൂസിൻ്റെ വുഡ് കളക്ട് ചെയ്യണം. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് വെക്കണം ഗൈസ്. ഈ അടുത്ത് തന്നെ ഒരു വീട് വെക്കണം. നമുക്ക് എപ്പോഴും വെക്കണം പോലെ ജംഗിളിൽ വെക്കണം ഗൈസ്. ഈ ഒരു വില്ലേജിൻ്റെ ഒരു ഭാഗത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു ഗൈസ്, ഞാൻ ആലോചിക്കട്ടെ. അതന്നെ. അപ്പോൾ ഗൈസ്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് കുറച്ച് ബോണിരിപ്പുണ്ട്. കുറച്ച് കൂടി പോകാൻ എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കത് ബോൺമേലാക്കാം. അപ്പോൾ എന്തെങ്കിലും കിട്ടും നോക്കാം. 6 കിട്ടും ഗൈസ്. അപ്പോൾ നമുക്കത് വെച്ചൊരു ട്രീ ഉണ്ടാക്കാം. പിന്നെ ഗൈസ്, എൻ്റെ ആക്സ് പൊട്ടിപ്പോയി ഗൈസ് സാപ്ലിങ് കളക്ട് ചെയ്യുന്ന സമയത്ത്. സോ സാഡ്. നമുക്ക് അയണമുണ്ട്.
3 അയൺ. അയണൊക്കെ ഭയങ്കര പാടാണ് ഗൈസ് കിട്ടാൻ. പണ്ടത്തെ പോലെയല്ല. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെയാണ്? എന്താ അത് വച്ചില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതായിരുന്നു ഗൈസ്. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനത്തെ സെറ്റപ്പ് എന്നൊക്കെ. ഗൈസ് അത് വേറെ ഒന്നും ഉണ്ടല്ലോ ഗൈസ്. അയ്യോ, ഇവിടെ മഴ പെയ്യാൻ തുടങ്ങുന്നു. അല്ല, ഗൈസ് അതുണ്ടല്ലോ, ഞാൻ ഇങ്ങനത്തെ സെറ്റപ്പ് ചെയ്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അഥവാ ഈ വില്ലേജർമാർക്കൊരു പരിപാടി ഉണ്ട് ഗൈസ്. അതായത് നമ്മളിപ്പോൾ കയറി കിടക്കുമ്പോൾ ബെഡുള്ളടത്തേക്ക് ഓടി വന്നിട്ട് രാത്രിയൊക്കെ ഇങ്ങനെ വാതിൽ തുറക്കും. ആ സമയത്ത് സോംബിയൊക്കെ കയറി വരും ഗൈസ്. പക്ഷേ വില്ലേജർമാർക്ക് ഈ ഒരു സാധനം തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തുറന്ന് അകത്ത് കയറിയിട്ട് ഇവിടെ കയറി വിളിച്ചിരുന്നു കഴിഞ്ഞാൽ ആർക്കും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ബ്രില്ലിൻ്റെ ഐഡിയ അല്ലേ. നമുക്കിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ആദ്യം സവനയിൽ വില്ലേജൻസിലെ അവിടെ നിന്ന് എടുത്താണ് ഗൈസ്. അവിടെ നിന്ന് എടുത്ത് കുറച്ച് സാധനങ്ങളുണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ നമുക്ക് നേരെ വീട് പണിയുന്ന സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാം. ഞാനപ്പോൾ അത് എവിടെ പണിയൊന്നും നോക്കട്ടെ ഗൈസ്. നമുക്ക് ഇവിടെ പോകണമല്ലോ. ഇവിടെ നല്ല പ്ലേസ് ഇല്ലേ? ഓ ബ്രോ, ഇവിടെ നല്ല പ്ലേസ് ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ പണിയാം ഗൈസ്. അയ്യോ ഗൈസ്, തൊണ്ടക്കൊക്കെ ഭയങ്കര സീൻ. അപ്പോൾ ഇവിടെ ഒരു കേവ് ഉണ്ട് ഗൈസ്. നമുക്ക് ഇതൊരു ബിൽഡാക്കാൻ പറ്റും ഗൈസ്. ഇതൊരു ബിൽഡാക്കാൻ പറ്റും. ഞാൻ കാര്യമായിട്ട് പറയാം, ഇതൊരു ബിൽഡാക്കാൻ പറ്റും. അതിലേക്കൊക്കെ നമുക്ക് പിന്നെ കിടക്കാം. നമുക്കിപ്പോൾ ഇതൊന്ന് ഇവിടെയുള്ള കുറച്ച് ഹോൾസൊക്കെ നടക്കണം. അതിന് പോകുന്ന പോയി കിടന്നുറങ്ങാം. രാത്രി പറയും. ഓ ബ്രോ ഗൈസ്, പിന്നെ എൻ്റെ ശബ്ദം പറയാനുള്ള അതിന് ഒത്തിരി പേരൊന്നും വീഡിയോ കാണില്ല. എനിക്കിപ്പോൾ സംസാരിക്കണം നിന്നോടാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്നോട്. നീ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ? ആ ലൈക്ക് ബട്ടൺ അടിക്കുന്നു. പ്ലീസ് ഒന്ന് അടിക്കടാ. നീ ഇത് കണ്ടിട്ട് ചുമ്മാ പോകല്ലേ. ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അടിച്ചിട്ട് പോകും. അപ്പോൾ എനിക്കൊരു സന്തോഷമാവും. ഇത്ര ചെയ്യണല്ലേ. വേറെ നിൽക്കണത് ദൈവമേ. നിങ്ങളൊരു ലീഡറാണ്ടല്ലേ? ബ്രോ ഹീറോ ബ്രെയിൻ്റെ കളികളാണോ? ദൈവമേ. അയ്യോ ഗൈസ്, പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞിട്ടെ. ഈ നമ്മുടെ സീരീസിൽ നമ്മൾ ഓരോ ആഴ്ചയും ഓരോ മൂഡ് വെച്ച് കയറ്റും ഗൈസ്. അതായത് 7 എപ്പിസോഡ് കൂടുമ്പോൾ ഒരു മൂഡ് വെച്ച് കയറ്റും. അപ്പോൾ അത് ഏതൊക്കെ മോഡാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അതറിയണമെങ്കിൽ അത് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഡു കമൻറ്റ്. പിന്നെ ലൈക്ക് അടിക്കാണ്ട് പോകരുത് ഗൈസ്. സത്യമായിട്ടും പറയും, ലൈക്ക് അടിക്കാണ്ട് പോകരുത്. വ്യൂ ഉണ്ടാവും ഗൈസ്, പക്ഷെ ലൈക്ക് കിട്ടണം. അതെന്ത് കഷ്ടമാണ് പറഞ്ഞു. ഓ ബ്രോ പൊട്ടിച്ചോ. വളരൂ സീസേ, വളരൂ. ഓ ബ്രോ വളർന്നു. അങ്ങനെ ഗൈസ് നമ്മൾ മരം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാപ്ലിങ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഹലോ ബ്രോ ഹാപ്പി അല്ലേ? അവൻ ഹാപ്പി അല്ലാന്ന്. അപ്പോൾ നമുക്ക് കൊന്നോളാം ഗൈസ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം ഗൈസ്. അപ്പോൾ സ്റ്റോൺ മൈൻ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ ഒരു പാട്ടിട്ട് മൈൻ ചെയ്യാം ഗൈസ്. സ്റ്റോൺ നമ്മൾ അവിടെ മൈൻ ചെയ്യും. എൻ്റെ ഗൈസ് ഞാനിപ്പോൾ വരാം. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സൗണ്ട് മാറിപ്പോണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. എനിക്കൊരു മൈക്കില്ല കേട്ടോ ഗൈസ്. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. നിങ്ങളാക്കൊന്ന് സഹകരിക്കുക. നമ്മളൊക്കെ അത്തൊരു മച്ചാനാണ് ഒപ്പുണ്ട്. എടാ ബോൺമീൽ പോയി. ടോർച്ച് മാറി നിൽക്കി ഗൈസ്. ബോൺമീൽ നിൽക്കി അഞ്ച് പോയി. ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് ഓടാം. ബ്രോ അയ്യോ എനിക്ക് സുധീനെ പോലെയൊക്കെ ഗ്രൈൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ അത് നടക്കുന്ന കാര്യമില്ല. കാരണം ദാറ്റ് ഈസ്
മെഷീൻ ഗൈസ്, അതൊരു മെഷീനാണ്, നിങ്ങൾക്കറിയോ? സുധിയൊരു മെഷീനെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും ഗൈസ്? പക്ഷേ അത് അങ്ങനെയൊക്കെ ഇത് ഗ്രൈൻഡ് ചെയ്യാൻ ആർക്കട പറ്റണം? പോടാത്ത ഭ്രാന്ത് പിടിക്കും. പക്ഷെ ഞാൻ പണ്ടങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഗ്രൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ഗ്രൈൻഡാകും മൈൻക്രാഫ്റ്റ്. വൈകിട്ട് ഒരു 5 മണി 3 മണി ആകുമ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു 1:30 വരെ ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട്. പക്ഷെ പബ്ജിയുടെ അത്ര കളിച്ചിട്ടില്ല കേട്ടോ ഗൈസ്, ഉള്ള പറയാമല്ലോ. പബ്ജിയൊക്കെ ഞാൻ എത്ര നേരം, പബ്ജി ഞാൻ രാവിലെ ഒരു ഉച്ചയ്ക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഗൈസ്, ഞാനും എൻ്റെ ചേട്ടനും കൂടി പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി വരെ കളിച്ചിട്ടുണ്ട് പബ്ജിയൊക്കെ. അമ്മയുടെ ഫോണിൻ്റെ അലാറം അടിച്ചപ്പോഴൊക്കെ ഞങ്ങൾ എനിക്ക് ഓടിയതൊക്കെ രാവിലെ 6 മണിക്ക്. ഗൈസ് നമ്മുടെ പിക്കാക്സ് പൊട്ടി, അതുവരെ നമ്മളിന്ന് മൈൻഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി നോക്കാം. 1.25 സ്റ്റാക്കുള്ളത് ഗൈസ്. പോരാൻ നമുക്ക് വേണം ഗൈസ്. ഓ ഓ ഓ ഓ ഓ ഓ ഗൈസ്, നമ്മൾ പിക്കാക്സിൻ്റെ ആവശ്യമുള്ള സാധനം എടുത്തില്ല ഗൈസ്. ഗൈസ് ഇവിടെ പിന്നെ മഴ തുടങ്ങിട്ടോ, നിങ്ങൾക്ക് ശബ്ദം കേൾക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും മഴ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എടാ പാണ്ടാരം മാറിപ്പോയി. ബ്രോ മാറി നിൽക്കി ഗൈസ്. നമ്മൾ പിക്കാക്സിന് ആക്സ് ഉണ്ടാക്കി ഗൈസ്. പിക്ക് മാറിപ്പോയി. പിക്ക് വന്നില്ല, ആക്സേ വന്നുള്ളൂ. ആ അവസ്ഥ. ബ്രോ ഗൈസ് നമുക്ക് പോയി പിന്നെ മൈൻഡ് ചെയ്യാം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ്. ഹലോ ഗൈസ്, നമ്മൾ ഇത്രയും സ്റ്റോൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്രയും ലോഗുണ്ട് ഗൈസ് നമ്മുടെ കയ്യിൽ. പുത്തൻ പിക്കാക്സ് ഇത്ര ഗൈസ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് കട്ടാവാണ്ടിരിക്കാൻ വേണ്ടി, അയ്യോ എൻ്റെ ചൂടാ, ഫാൻ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഗൈസ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. എന്തിനാ പോകണമെന്ന് ആർക്കറിയാം ഗൈസ്. പിന്നെ ഇവിടെ ഒരു അയൺകോളം ഇവിടെ ഉണ്ട്, 2 അയൺകോളമില്ലേ? എത്ര അയൺകോളം ഉണ്ട് ഗൈസ് ഇവിടെ? എനിക്കറിയാൻ പാടില്ല. നമുക്കപ്പോൾ കുറച്ച് ഹെവി എടുക്കാം, കാരണം ഫുഡില്ല ഗൈസ്. നമ്മൾ അടുത്ത് ഫുഡ് ഫാം തുടങ്ങുന്നതായിരിക്കും, കാരണം ഫുഡില്ല ഗൈസ്, ഒട്ടും ഫുഡില്ല. ഫുഡിനായി ദാരിദ്ര്യമാണ് ഗൈസ്, ദാരിദ്ര്യം ഗൈസ് നമുക്കിവിടെ. അപ്പോൾ നമുക്ക് ഇച്ചിരി ക്യാരറ്റാണ്ട് തീയോ ട്രീൻ്റെ ബാക്കി ഇച്ചിരി പൊട്ടൊക്കെ എടുക്കാം ഗൈസ്. പൊട്ടൊക്കെ നമുക്ക് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ല പൊട്ടട്ടോ. പൊട്ടൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി ഫാം ചെയ്യാം. നമ്മൾ അടുത്തൊരു വീഡിയോ ഗൈസ്. കൊച്ചുകുട്ടി പേടി ഗൈസ്. നമ്മുടെ ക്ലാസ്സിലുണ്ട് ഒരു കൊച്ചുകുട്ടി, ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ആർക്കറിയാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ പ്ലോട്ടൊന്ന് ശരിയാക്കി ഇടണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരു ഷവല് വേണം. അയ്യോ എന്തൊരു ചൂട് എൻ്റെ അമ്മോ. അപ്പോൾ ഈ സൈനെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയി ഇച്ചിരി ഷവലെടുക്കണം. ഇച്ചിരി ഷവൽ ഇത്ര തിന്നെടുക്കണം. ഒരു ഷവലും ഇച്ചിരിയല്ല, ഒരു ഷവലും കുറച്ച് ഒരു 2 കുറച്ച് തീ പിടിച്ചില്ല, കുറച്ച് സാധനം ഉണ്ടാക്കാനുണ്ട് ഗൈസ്. അതന്നെ ഗ്രാവലല്ലല്ലോ, മഡ് ഗൈസ്. പക്ഷേ മഡ് ഡേർട്ട് ഗൈസ്. ഓക്കെ കറക്റ്റായിട്ട് ഷവലും കൂടെ ഇപ്പോൾ കറക്റ്റ് ബാക്കി 3 ഉണ്ട് ഗൈസ്. നമ്മുടെ ഒരു ആക്സ് വെറുതെ പോയി. ബ്രോ ബ്രോ സൗണ്ട് പുറത്തൊന്നും വേറെ ഉണ്ടല്ലോ. ചേട്ടനുണ്ട് ഗൈസ്, മൈൻഡ് ചെയ്യണ്ട ഗൈസ്. പിന്നെ ഞങ്ങളുടെ ബെഡിൽ ഉറുമ്പ് കയറിയുണ്ട് ഗൈസ്. എന്തൊരവസ്ഥയാണ് ബ്രോ. ബെഡിൽ കിടന്ന് തിന്നിട്ടാണ്, ബെഡിൽ കിടന്ന് കഴിച്ചുള്ള സുഖം. സിനിമയിൽ എന്തൊരു ചൂട് എൻ്റെ അമ്മ ഗൈസ്. നമുക്ക് ഇവിടേക്ക് പോവാം. ഇവിടെ ചെന്നിട്ട് നമുക്ക് ഇച്ചിരി മണ്ണ് വാരാം ഗൈസ്. മണ്ണ് വാരി ഞാൻ ചെറുപ്പത്തിലൊക്കെ മണ്ണ് വാരി പറഞ്ഞു ഗൈസ്. മൂത്രം ഒഴിക്കും മണ്ണ് കുഴയ്ക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമെന്ന് അറിയാം. മണ്ണിലേക്ക് മൂത്രം ഒഴിക്കും, മണ്ണിട്ട് കുഴയ്ക്കും. ഹായ് എന്ത് രസം. ചെറുപ്പത്തിൽ എൻ്റെ കുളിച്ചത് പ്രവർത്തികളാണ്. മണ്ണിലേക്ക് മൂത്രമൊഴിച്ച് ആ മണ്ണ് കുഴച്ചെടുക്കും, എന്നിട്ട് ആ മണ്ണ് ചപ്പം ചുടും ഗൈസ്. ഏതപ്പം അവർ രുചിയെന്ന് അറിയാം അപ്പത്തിനൊക്കെ.
അത് കഴിച്ചിട്ട് പിന്നെ 2 മാസം ഈ ബാത്റൂമിലാണ്. ബ്രോ ഐസ് ചേട്ടൻ കയറി നൈസ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നൈസ് നമുക്ക് ഇച്ചിരി മണ്ണ് വരാം. അതേ കേസ് ഞാനിപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞിട്ട് അത് തന്നെ മണ്ണിൽ മൂത്രമൊഴിച്ച് മണ്ണ് കുഴച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ടപ്പിന് ഇടും. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ പരിപാടി ഞാൻ എൻ്റെ റെട്ടൈലിൻ്റെ ഇതിട്ടാണ് ഇല്ലാതെ. അപ്പോൾ അടുത്തൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം ഗൈസ്. നമ്മുടെ റെട്ടൈലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. നമ്മുടെ റെട്ടൈലും വേണ്ട ഇച്ചിരി ഫാൻസൊക്കെ. നമുക്ക് പുതിയ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയല്ലോ. റെട്ടൈൽ ഫാൻസ് അസോസിയേഷൻ ഫാൻസ് അസോസിയേഷൻ. അതെ ഗൈസ്, നമുക്ക് പുതിയ റെട്ടൈലിനൊരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങാം ഗൈസ്. ഗൈസ് ഞാൻ തെറ്റിച്ച് പറയണല്ല, അറിയാണ്ട് അതിൽ തന്നെയാണ് ഗൈസ്. അത് ശരിയാണല്ലോ ഗൈസ്. ഫാൻസ് അസോസിയേഷൻ അത് തന്നെ സിയേഷനല്ലേ. ഓക്കെ അടി ബേക്കും. പിന്നെ നമ്മൾ അടുത്ത കയറ്റാൻ പോകുന്നൊരു മോഡുണ്ട് ഗൈസ്. അത് ഞാൻ ഇപ്പോഴും പറയാം. ഗൺ മോഡ് ഞാൻ കയറ്റ ശ്രദ്ധയുണ്ട്. ഗൺ മോഡ് അത് ഞാൻ കയറ്റ ശ്രദ്ധയുണ്ട് ഗൈസ്. അല്ല ഞാനെന്തിനും നിങ്ങളുടെയൊക്കെ ഫില്ല് ചെയ്യണേ? ഇത്ര ഫില്ല് ചെയ്താൽ പോലെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വീടിൻ്റെ പ്ലാൻ വരയ്ക്കാം ഗൈസ്. വീടിൻ്റെ ഒരു ഫോട്ടോ അല്ല, ഞാൻ ഉണ്ടാക്കിയൊരു വീടുണ്ട് ഗൈസ്. ഉണ്ടാക്കിയതല്ല, ആ വീടിൻ്റെ ഒരു പടം ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ പടം സ്ക്രീനിൽ കൊടുക്കാവുന്നതിന് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ പടം എടുത്തിട്ടാം ഗൈസ്. നിങ്ങൾ ഫോട്ടോ കണ്ടു ഞാൻ വിചാരിക്കുന്നു. അയ്യോ ഗൈസ്, നമ്മൾ ആ ഒരു പടം നമ്മൾ വരച്ചെടുത്താണ് ഗൈസ്. നമ്മുടെ കൈകൾ കൊണ്ട് വരച്ച് സുഫലമാക്കി എടുത്ത ഒരു പടമാണ്. എന്തോ മറന്നല്ലോ, ഹെഡ്സെറ്റ് വെച്ച് മറന്നു പാണ്ടാരം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ പോയി ഹെഡ്സെറ്റ് എടുത്തിട്ടാണ്. ഗൈസ് ക്ഷമിക്കണം, ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും കേട്ടില്ലെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. കാരണം ഹെഡ്സെറ്റ് ഒരു സ്ഥലത്ത് വെച്ച് മറന്നു ഗൈസ്. ഞാൻ ആ പടം എൻ്റെ ഫോണിലല്ല പേപ്പറിൽ വരച്ചെടുത്ത ഗൈസ്. ഗൈസ് പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ആ ഒരു വീടാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിറച്ച് സോംബി ഇറങ്ങി ഗൈസ്. നമുക്കിപ്പോൾ ഇവന്മാരൊക്കെ നമ്മളിപ്പോൾ ഇച്ചിരി 2 സോംബീസിനെ തട്ടിയിട്ടുണ്ട്. ഗൈസ് ഇച്ചിരി ടെൻഷൻ പിടിച്ച കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. വീടുണ്ടാക്കണ സ്ഥലത്തേക്ക് ഓടിച്ചില്ല. ഗൈസ് നിങ്ങൾ കണ്ട എൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ വലുതായത്. ഗൈസ് നമുക്ക് നമ്മുടെ വീടിനെ പ്ലാൻ വരച്ചിടാം. ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലമുണ്ട് ഗൈസ്. നമ്മുടെ വീടിന് അങ്ങോട്ട് ഇച്ചിരി സ്ഥലമുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പണിയാം. വീട് പണിയാനുള്ള ഉപകരണങ്ങൾ കരുതേണ്ടതാണ്. ഓക്കെ, എന്തൊരു പറയത് പണ്ടാരോ ഗൈസ്. ഇതിൽ കൂടെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല, ഉള്ള കാര്യം പറയാം ഗൈസ്. ഇനി എനിക്കൊന്നും ഡിലീറ്റ് ചെയ്യാനില്ല. ഒന്ന് ഗ്രാൻഡ് ആർപി ഉണ്ട്, പിന്നെ മൈൻക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ പോപ്പി ഉണ്ട്. ഇതിൽ കൂടുതൽ ഗെയിം എനിക്ക് ഡൗൺലോഡ് ഡിലീറ്റ് ചെയ്യാനില്ല ഗൈസ്. ആകെ ഇനി എൻ്റെ ഫോണിൽ ഇനി ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇനി 3 GB എത്ര ഉണ്ടുള്ളൂ ഗൈസ്. അയ്യോ, അപ്പം അതേ പറഞ്ഞ് മടുത്ത് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഫോണിൽ ഇനി ആകെ 45-35 എത്ര ഉണ്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ് എനിക്ക് കിട്ടുള്ളൂ. അതിനകത്ത് ഇപ്പം തന്നെ 25
32 എത്ര GB പോയി ഗൈസ്. അതെങ്ങനെ പോണു, എങ്ങോട്ട് പോണു, എന്തുകൊണ്ട് പോണു എന്നൊരു പിടുത്തമില്ല. ഞാൻ ഫോട്ടോ എടുക്കൂല, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഗൈസ്. എനിക്ക് മൊത്തം സ്റ്റോറേജ് പോകണം, അങ്ങോട്ടൊന്നും ഒരു പിടുത്തമില്ല ഗൈസ്. ഇതായിരിക്കും നമ്മളെ തറവാടിൻ്റെ ഫ്രണ്ട് വശം, കയറണ ഭാഗം. ഇങ്ങോട്ടൊരു 4 1 2 3 4 5ാമത്തെ ബ്ലോക്ക്. ഇവിടെ വയ്ക്കാം. എന്നിട്ട് എങ്ങോട്ടാണിത്, ഇങ്ങോട്ടില്ലേ, ഇങ്ങോട്ടൊരു 8 ബ്ലോക്ക് വേണം. 1 2 3 5 6 7 8 9ാമത്തെ ബ്ലോക്ക്. അങ്ങോട്ടൊരു അല്ല ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ സെറ്റൊക്കെ ഉണ്ട്. വീടിൻ്റെ പ്ലാൻ നമ്മൾ വെച്ചാൽ ഗൈസ്, നമ്മൾ പടത്തിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഏതാണ്ടൊക്കെ സെറ്റൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ റൂം വരും, ഇവിടെ നിന്ന് വേറൊരു റൂം ഇവിടെ വരും, പിന്നെ ഇവിടെ ഒരു റൂം വരും. ഇനി കുറച്ച് ബാക്കിലേക്ക് വേറെ പണിയുണ്ടായിരുന്നു, ഈ ഭാഗമൊക്കെ പൊളിക്കുന്ന ഗൈസ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ ചെയ്തു വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വയസ്സ് കണ്ടിട്ട് നല്ലൊരു ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ ബായ്.